ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. നന്ദുവിൻ്റെ ആ വേഷം കണ്ട്, സാരിയിൽ ആ വേഷത്തിൽ നന്ദു വരുമ്പോൾ എല്ലാവരുടെയും മനസ്സൊന്ന് ഉടയുന്നുണ്ട് കേട്ടോ. ഇനി ഇവൾ എങ്ങനെയെങ്കിലും എൻ്റെ മകനെ കൈക്കലാക്കുമോ എന്നൊരു പേടി ജാനകിക്കുള്ളിലും, അതുപോലെ തന്നെ കല്യാണ വേഷത്തിൽ വന്നിറങ്ങുന്ന അനാമികക്കുള്ളിലും ആ പേടി വരികയാണ് കേട്ടോ. അങ്ങനെ അനാമിക വന്നിറങ്ങുമ്പോൾ നന്ദുവും അതുപോലെ നന്ദുവിൻ്റെ അച്ഛനും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ അനാമികയുടെ ഉള്ളൊന്ന് ഉടയുന്നുണ്ട് കേട്ടോ. താൻ മുന്നോട്ട് വെക്കുന്ന അടി തെറ്റുന്നുണ്ട്. ഈ സമയം അനാമികയുടെ അമ്മ ചോദിക്കുകയാണ്, മോളെ രേവതി, അമ്മേ പ്രതീക്ഷകൾ കൈവിട്ടു പോകുമോ എന്നൊരു പേടി. അനിക്കെന്നെ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അനി ഇപ്പോൾ ഈ വേഷത്തിൽ ഇവളെ കാണുമ്പോൾ ഇവളെ സ്വന്തമാകുമോ എന്ന് എൻ്റെ മനസ്സിൽ ആരും ഇരുന്ന് പറയുന്നു എന്ന് അനാമിക പറയുമ്പോൾ, മോളെ നീ വാ, നീ ധൈര്യത്തോടു കൂടി വാ എന്ന് പറയുമ്പോഴേക്കും അവിടെ എല്ലാവരും അനാമികയെ സ്വീകരിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ദേവയാനിക്ക് പറയാൻ വാക്കുകളില്ല. ദേവയാനി വിചാരിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു മരുമകൾ ഇതാ എത്തിയിരിക്കുന്നു തൻ്റെ മുന്നിൽ. നിറയെ സ്വർണങ്ങളോടുകൂടി താൻ വിചാരിച്ച ഒരു കല്യാണപ്പെണ്ണായി വന്നിരിക്കുന്നു. എന്നാൽ ഈ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവരുടെ ആ അവസ്ഥയൊക്കെ, ആ വേഷത്തിൽ വന്നവരെയൊക്കെ നോക്കി ദേവയാനിക്ക് തന്നെ ഒരു പുച്ഛത്തോടു കൂടി അവരെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. ഇതൊക്കെ ഒരൊറ്റ നോട്ടത്തിൽ ഗോവിന്ദനും കനകത്തിനും നന്ദുവിനും നയനക്കും നവ്യക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നവ്യാണെങ്കിലോ പറയുന്ന അവരുടെ നോട്ടവും കാട്ടിലൊക്കെ കണ്ടാൽ എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനിയെ കല്യാണ ചെറുക്കനായി മാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ അകത്തോട്ട് സ്വീകരിക്കുകയാണ്. ഇതേ സമയം അനാമിക വന്നിറങ്ങുമ്പോൾ അനാമികയും ആ രീതിയിൽ തന്നെ മാലയൊക്കെ ഹരയൊക്കെ കഴുത്തിലിട്ട് കൊടുത്ത് അങ്ങനെ സ്വീകരിക്കാൻ കേട്ടോ. പിന്നീട് അവരെ രണ്ടുപേരെയും സ്റ്റേജിന് മുകളിൽ കയറ്റാണ്. പിന്നീട് അവിടെ മധുരം പങ്കുവെക്കലും അവരുടെ ആ നൃത്തവും ആ പാട്ടൊക്കെയുള്ള ആ ഒരു സീനുകളൊക്കെ വരുമ്പോൾ നന്ദുവിൻ്റെ ഉള്ളൊന്ന് ആടിയോലെയാണ് കേട്ടോ. തൻ്റെ അനിയെ ഞാൻ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കുന്നത് കണ്ടു നിൽക്കേണ്ട തൻ്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, തൻ്റെ പ്രാണനെ പോലെയുള്ളവളെ ഞാൻ വിട്ടുകൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ അവിടെ ആദർശം നയനയും വരികയാണ് കേട്ടോ. നന്ദു, നീ ടെൻഷൻ ആവണ്ട, എന്തായാലും അവരുടെ ചടങ്ങുകളൊക്കെ നടക്കട്ടെ, നിനക്ക് ഞങ്ങൾ ഉണ്ടാവും. എന്തായാലും ഈ വിവാഹം നടക്കാതിരിക്കുകയാണ് നല്ലത്. ചെറിയമ്മയുടെ ഇളയമ്മയുടെ സ്വഭാവം നീ കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ വിട്ടേക്ക് എന്ന് പറയണം കേട്ടോ. ഈ സമയമായിരിക്കും അനാമികയുടെ ആ ഗുണ്ടകളുണ്ടല്ലോ, അനാമികയെ തട്ടിക്കൊണ്ടുപോയ പണം തിരികെ കൊടുക്കാനുള്ള ആ ഗുണ്ടകൾ ആ വഴി കയറി വരുന്ന കേട്ടോ. അങ്ങനെ അവർ ആ മണ്ഡപം കാണുമ്പോൾ അവരെന്നെ ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര എന്ന ഭാവത്തിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അവർ പരസ്പരം പറയുന്നുണ്ട്, ഇത്രയും വലിയ മണ്ഡപമൊക്കെ അണിഞ്ഞൊരുക്കാൻ അവൻ എവിടുന്ന് പൈസ കിട്ടി? അപ്പോൾ അതിനർത്ഥം നമുക്ക് തരാനുള്ള പണം തരാതെ അവൻ മുങ്ങുകയാണ്. ആൾക്കാരെ പറ്റിച്ച് മകളെ വലിയ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ചയക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ പണം അത് ഇന്നത്തോടു കൂടി മേടിക്കണം. ആ പെണ്ണിൻ്റെ ദേഹത്ത് നിന്നും ആ കല്യാണ മണ്ഡപത്തിൽ നിന്നാണെങ്കിലും ശരി, സ്വർണ്ണം ഊരിയിട്ടാണെങ്കിലും നമുക്ക് മേടിക്കണമെന്ന് പറയട്ടോ. അങ്ങനെ അവർ ഉള്ളിലോട്ട് കിടക്കാണ്. ഈ സമയം അനാമികയുടെ അച്ഛൻ്റെ മനസ്സ് കൈവിട്ടു പോവാണ്. അവരെ കാണുമ്പോൾ കൈകാലുകൾ വിറച്ചു തുടങ്ങുകയാണ്. അങ്ങനെ തൻ്റെ ഭാര്യ രേവതിയോട് വന്നിട്ട് പറയാണ്, അവരതാ അവിടെ എത്തിയിരിക്കുന്നു, അവരതാ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരാണെങ്കിലോ നേരെ വന്ന് കസേരയിൽ അങ്ങ് ഇരിക്കുകയാണ്. പിന്നീട് അനാമികയുടെ ആ സ്വർണ്ണാഭരണങ്ങൾ അടിമുടിയെ നോക്കി അവർ തമ്മിൽ പരസ്പരം പറയാണ്, ഇവൻ നമ്മളെ പറ്റിച്ചത് തന്നെ. ആ കണ്ട സ്വത്തുക്കൾ ആ കണ്ട സ്വർണ്ണാഭരണങ്ങൾ അവളുടെ ദേഹത്ത് വരണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അതിനർത്ഥം അവൻ്റെ കയ്യിൽ പണമുണ്ട്, മറ്റുള്ളവരെ പറ്റിച്ച് സ്വന്തം മകളെ നല്ല നിലയിൽ കെട്ടിക്കുന്നു. എന്നാൽ ഇതിനൊരു പരിഹാരം ഇപ്പോൾ കാണണം. അവൻ ഈ വിവാഹം നടക്കുന്നതിന് മുന്നേ, താലികെട്ട് നടക്കുന്നതിന് മുന്നേ നമുക്ക് തരാനുള്ള സ്വർണ്ണാഭരണങ്ങൾ തന്നില്ലെങ്കിൽ ഇവനിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ പ്ലീസ് എന്ന് പറയുന്നു. ഇതേ സമയം അനിയും അതുപോലെ തന്നെ അനാമിക സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അനാമിക വലിയ സന്തോഷവതിയാണ്, നല്ല അടിപൊളിയായ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതേ സമയം ദേവയാനി വന്ന് അനാമികയ്ക്ക് ആ സ്വർണം കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇങ്ങനെ കനകവും ഗോവിന്ദനും അതുപോലെ തന്നെ നവ്യയും നയനയൊക്കെ അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി, ഒരു സന്തോഷം കാണുന്നില്ല എന്നിങ്ങനെ ദേവയാനി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദേവയാനിയുടെ ഉള്ളിലാച്ചെങ്കിലോ ഇവർക്ക് നല്ലൊരു ബന്ധം കിട്ടിയതിനുള്ള ആ ഒരു അസൂയാണ് എന്നാൽ ദേവയാനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിലൊരു പേടിയാണ് ഈ വിവാഹം മുടങ്ങാതെ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കണം. ഒരിക്കലും ഈ അനന്തപുരിക്കാരുടെ ചെറുക്കിനെ തട്ടിയെടുത്ത് സ്വത്തിന് വേണ്ടി കനകം അതും അതിലപ്പുറവും ചെയ്യുമെന്നുള്ള വാക്കുകൾ ഇനി കേൾക്കാൻ പാടില്ല. തൻ്റെ അമ്മക്ക് അങ്ങനെ ഒരു പഴിചാരൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് എല്ലാവരും ഈ വിവാഹത്തിന്
ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഈ സമയം ഇങ്ങനെ ദേവയാനി ഇവരുടെ അടുത്തോട്ട് വരുന്നത്. അങ്ങനെ ദേവയാനിയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ അവർ ഇനി എന്തോ പ്രശ്നമുണ്ടാക്കാനാണ് ആ വരുന്നത് എന്ന് നവ്യ പറയുന്നു കേട്ടോ. അപ്പോഴേക്കും മോളെ എന്താണെങ്കിലും നീ വായ അടക്കി നിൽക്ക്, അങ്ങനെ അവരുടെ വായിലുള്ളത് കേൾക്കാനുള്ള ആ ഒരു ഇതൊന്നും നമുക്കില്ല, എങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയണം, എങ്കിലാണ് അവർ മിണ്ടാതിരിക്കുള്ളൂ, അല്ലാതെ എല്ലാം കേട്ട് നിന്നാൽ കൂടുതൽ ഇട്ട് കുത്തുകയുള്ളൂ എന്നിങ്ങനെ നവ്യ പറയുന്നു കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ഇവരുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, കണ്ടില്ലേ, ഇതാണ് തറവാടികളുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച അവളുടെ ദേഹത്ത് കണ്ടില്ലേ, ഞങ്ങളുടെ മൂത്ത മരുമകളായ അനാമികയുടെ ദേഹത്ത് കണ്ടില്ലേ എത്ര പോരം സ്വർണ്ണമുണ്ട്, അനന്തപുരിയിൽ ഒരു തരി പൊന്നിൻ്റെയും പോലും ആവശ്യമില്ല, അവർ ഇട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ, അവളെ കണ്ട് പഠിക്ക്, നീയൊക്കെ കനകം, നീ നിൻ്റെ മക്കളെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ ഉടൻ തന്നെ നവ്യ പറയാണ്, നിങ്ങൾക്ക് അനന്തപുരിക്കാർക്ക് ഒത്തിരി സ്വർണ്ണമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ മറ്റുള്ളവരുടെ സ്വർണ്ണത്തിന് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അനന്തപുരിക്കാരുടെ സ്വഭാവത്തിൻ്റെ മഹിമ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, നിന്നോട് സംസാരിക്കാൻ ഞാൻ വന്നിട്ടില്ല, പക്ഷെ കേട്ടതിന് മറുപടി പറയാൻ ഇരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം എൻ്റെ വീട്ടുകാരെയാണ് നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ടത് പറയും, എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാനും പറയും, നീ ആ വീട്ടിലെ അനാമികയുടെ പണി ചെയ്ത് നിങ്ങൾ അവിടെ ജീവിച്ചോളൂ എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ, അനാമികയുടെ പണി ചെയ്യുന്ന പണി എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ നവ്യയാണ്, അനന്തപുരിയിലെ മരുമകളാണ് ഞാൻ, ആ നിലയ്ക്ക് എന്നെ നിൽക്കുള്ളൂ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയണം. ഞാൻ നിന്നോട് സംസാരിച്ചില്ല, എൻ്റെ മരുമകളോടാണ് പറഞ്ഞത്, എൻ്റെ മരുമകൾ അവളുടെ വേല ചെയ്യേണ്ടി വരും എന്ന് ദേവയാനി പറയാണ് കേട്ടോ. ഇതേ സമയം ഒന്നും മിണ്ടാതെ നേനെ നിൽക്കുകയാണ്. അപ്പം ഈ സമയം ദേവയാനി അതങ്ങ് പറഞ്ഞു പോകുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നവ്യ പറയണേ, നീ ഇങ്ങനെ മിണ്ടാതെ നിന്നോ, അതുകൊണ്ടാണ് അവർ വീണ്ടും നിന്നെ കുത്താൻ ശ്രമിക്കുന്നത്, അവർക്ക് കൊടുക്കേണ്ടത് ചുട്ട മറുപടിയായി നീ കൊടുത്തിരുന്നെങ്കിൽ നിന്നോട് അനാമികയുടെ സേവ ചെയ്യാൻ ഒരിക്കലും പറയില്ലായിരുന്നു എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം നന്ദുവിൻ്റെ പിടിവിട്ട് പോവുകയാണ്. അങ്ങനെ നന്ദുവിൻ്റെ കൂട്ടുകാർ ഒന്നിച്ചുള്ള ആ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നന്ദുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാനകിയാണെങ്കിലോ നന്ദുവിനെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. അങ്ങനെ അനിയാണെങ്കിലോ നന്ദുവിൻ്റെ ആ വേഷമൊക്കെ കാണുമ്പോൾ അനിയുടെയും മനസ്സിങ്ങനെ പിടിവിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അനാമിക ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് അനാമികയുടെ അച്ഛന് കണ്ണിട്ട് കാണിക്കുന്നത് അവിടെ ഗുണ്ടകൾ വന്നിരിക്കുന്നത്, ഈ വിവാഹം ഒരിക്കലും നടക്കില്ലേ എന്ന് രേവതി അനാമികയുടെ അച്ഛനോട് വന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അനാമികയുടെ മനസ്സൊന്ന് പിടിവിട്ടു പോവാണ്. നന്ദുവിൻ്റെ വേഷം അവൾ സാരിയിൽ വന്ന് നിൽക്കുമ്പോൾ അനി ആ സമയം കൊണ്ട് മാറുമോ എന്നൊരു പേടി. എന്നാൽ തൻ്റെ അച്ഛൻ കടം കൊടുക്കാനുള്ള ആ ഗുണ്ടകൾ തൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ തനിക്ക് സ്റ്റേജിൽ പോലും നിൽക്കാൻ കഴിയുന്നില്ല. അനന്തപുരിക്കാരെല്ലാ സത്യവും അറിയുമോ എന്നൊരു പേടി. അങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ പറയുന്നത് പോലെ തന്നെ അനിയുടെയും അനാമികയുടെയും വിവാഹം തന്നെയാണ് റീമേക്കിൽ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാലാണ് ഇനി അനാമിക എന്തെന്ന് ഇവർക്ക് മുന്നിൽ അറിയുന്നത്. അനാമിക അനന്തപുരിയിൽ നിന്ന് സ്വത്തുക്കൾ അടിച്ചു മാറ്റാം എന്ന് വെച്ച് വരും. പക്ഷെ പറഞ്ഞതുപോലൊക്കെ തന്നെ ആദ്യം കുറച്ച് പണമൊക്കെ അവിടെ നിന്നും അടിച്ചു മാറ്റും. പക്ഷേ പിന്നീട് എല്ലാവരും അനന്തപുരിക്കാർ ഉണർവോടുകൂടി നിൽക്കുമ്പോൾ അനാമിക അനിയെ ഇനി വിട്ടുപോകട്ടോ. ഇവൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, സ്വത്തുക്കളൊന്നും കിട്ടില്ല. അതുകൊണ്ട് വേറൊരുത്തൻ, പണമുള്ള ഒരുത്തൻ അനാമികയെ മുട്ടുമ്പോൾ അവൻ്റെ പിന്നാലെ അനിയുടെ മുഖത്തോട്ട് താലി വലിച്ചെറിഞ്ഞ് ആരോടും മിണ്ടാതെ അവിടെ നിന്നും പോകുമ്പോഴാണ് നന്ദുവിനെ ജാനകി കൈപിടിച്ചു കൊടുക്കുന്ന ആ സീനുകളൊക്കെ വരുന്നു കേട്ടോ. എന്തുകൊണ്ടും നല്ലൊരു കുടുംബം, അത് കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയും കുടുംബമാണ്. പണമല്ല എല്ലാത്തിനും വലുത്, മനസ്വഭാവമാണ് വലുത് എന്നുള്ളത് അവരെല്ലാം പഠിക്കാൻ പോകുന്നത് കേട്ടോ. മുത്തശ്ശൻ്റെ ആ വാക്കുകൾ എത്ര കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അനന്തപുരിയിൽ 3 പയ്യന്മാർക്കും കനകത്തിൻ്റെ മക്കൾ കനക ആഗ്രഹിച്ച ആ വിവാഹം തന്നെ നടക്കൂട്ടോ.